CPMന്റെ കേന്ദ്ര കമ്മിറ്റി മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രവർത്തന ശൈലികളെ പരസ്യമായിട്ട് അപലപിക്കുമോ? അത്തരമൊരു നീക്കത്തിലേക്കാണ് കാര്യങ്ങളൊക്കെ പോകുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം ഒരു റിവ്യൂ റിപ്പോർട്ട് കേരളത്തിലെ പാർട്ടിയുടെ പ്രവർത്തനത്തെ വിമർശിക്കുന്ന ഒരു റിവ്യൂ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കും എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPMന് കേരളത്തിൽ കനത്ത തിരിച്ചടി ലഭിച്ചിരുന്നു. ഒരു MP മാത്രമാണ്, 20 MPമാരിൽ ഒരു MP മാത്രമാണ് LDFന്റെ ഭാഗത്തു നിന്ന് ജയിച്ചത്. BJPയുടെയും ഒരു MP ജയിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. അങ്ങനെ ബാക്കി 18 സീറ്റും പ്രതിപക്ഷത്തുള്ള UDFനാണ് അന്ന് ലഭിച്ചിരുന്നത്. അത് CPMനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയായിരുന്നു. എന്നാൽ പോലും വലിയ വിമർശനങ്ങൾ വന്നെങ്കിലും സംസ്ഥാനത്തെ പാർട്ടി നേതൃത്വത്തെ, ഭരണകൂടത്തെ കുറ്റപ്പെടുത്തുന്ന യാതൊരു പരാമർശങ്ങളും ഇല്ലാത്ത റിപ്പോർട്ടാണ് അവതരിപ്പിച്ചത്. എന്നാൽ ഇന്ന് കാര്യങ്ങളൊക്കെ തന്നെ മാറിയിരിക്കുന്നു. ഇന്ന് പിണറായി വിജയൻ അധികാരത്തിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നു. അപ്പം അതുകൊണ്ട് തന്നെ പിണറായി വിജയനെ തള്ളിപ്പറയാൻ, അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ തെറ്റുകൾ, പാർട്ടി നേതൃത്വത്തിൻ്റെ തെറ്റുകൾ ഒന്നൊന്നായി എടുത്തു പറയാനാണ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വത്തിന് ധൈര്യം വന്നിരിക്കുന്നു എന്നുള്ള കാര്യമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും കേരളത്തിലെ പാർട്ടിയുടെ പ്രവർത്തന ശൈലിയെക്കുറിച്ചുള്ള ഒരു വലിയ വിമർശനമാണ് വരുന്നത്. ഇപ്പോൾ PM ശ്രീ പദ്ധതി, ആ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതോടുകൂടി കേരളത്തിലെ UDFന് ഒരു മുസ്ലിം വിരുദ്ധ സമീപനമാണ് LDFനുള്ളത് എന്ന് ആരോപിക്കാൻ കഴിഞ്ഞു. അപ്പം കഴിഞ്ഞ 2016ലെയും 2021ലെയും തെരഞ്ഞെടുപ്പുകളിൽ വൻതോതിൽ മുസ്ലിം വോട്ട് കിട്ടിയ LDFന് ഇത്തവണ ആ മുസ്ലിം വോട്ട് പൂർണ്ണമായിട്ടും UDF തട്ടിക്കൊണ്ടുപോകുന്നത് നിസ്സഹായരായിട്ട് നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. ഇത് PM ശ്രീ പോലുള്ള പദ്ധതികളിൽ ഉണ്ടായ, നിലപാടുകളിലുണ്ടായ ഒരു പൊരുത്തക്കേടുകളാണ് എന്നുള്ളതാണ് കേന്ദ്ര നേതൃത്വത്തിൻ്റെ വിമർശനം. അതോടൊപ്പം തന്നെ പിണറായി വിജയൻ്റെ വ്യക്തിപരമായ പ്രവർത്തന ശൈലിയെക്കുറിച്ചും അതോടൊപ്പം മറ്റ് അടിസ്ഥാനപരമായ നയങ്ങളിൽ നിന്ന് വ്യതിചലിച്ചതിനെക്കുറിച്ചൊക്കെയുള്ള വിമർശനങ്ങൾ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. ഇവിടെ വെള്ളാപ്പള്ളി നടേശനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, ആ വെള്ളാപ്പള്ളി നടേശനെ പ്രീണിപ്പിക്കുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ അതൊരു മുസ്ലിം വിരുദ്ധതയിലേക്ക്, വെള്ളാപ്പള്ളി നടേശൻ്റെ ആയിട്ടുള്ള ബന്ധങ്ങൾ അതൊരു മുസ്ലിം വിരുദ്ധതയിലേക്ക്, അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് CPMനോട് വിരോധം തോന്നുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ്. അതേപോലെ തന്നെ യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശമൊക്കെ CPM മുൻകൈയെടുത്ത്, അല്ലെങ്കിൽ കേരള സർക്കാർ മുൻകൈയെടുത്ത് സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമത്തിൽ അത് വായിച്ചു. അതും വലിയ തിരിച്ചടിയായി എന്നുള്ളതാണ്. കാരണം ഹിന്ദു വോട്ടുകൾ അങ്ങനെ സമാഹരിക്കാനും കഴിഞ്ഞില്ല, പകരം അപ്പുറത്തുള്ള മുസ്ലിം വോട്ടുകൾ നഷ്ടപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് CPMനെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടായ തിരിച്ചടി. പക്ഷേ മുമ്പൊന്നും ഇത്തരത്തിൽ വിമർശനങ്ങൾ ഉണ്ടായ സമയത്തും അത് പരസ്യമായി പ്രകടിപ്പിക്കാനോ അല്ലെങ്കിൽ അത് ചൂണ്ടിക്കാട്ടാനോ കേന്ദ്ര കമ്മിറ്റി തയ്യാറായിരുന്നില്ല. ഇന്ന് സ്ഥിതിഗതികൾ മാറിയിരിക്കുന്നു. പിണറായി വിജയനെതിരെ അതിശക്തമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. പിണറായി വിജയനെ ശബ്ദിക്കാൻ തയ്യാറാകാതിരുന്ന നേതാക്കന്മാരൊക്കെ തന്നെ ഇപ്പോൾ ശക്തി വന്ന് അവരൊക്കെ തന്നെ ശബ്ദിക്കാൻ തയ്യാറായിരിക്കുന്നു. കേരളത്തിലെ പാർട്ടി എല്ലാ ഘടകങ്ങളിലും, അത് ജില്ലാ കമ്മിറ്റികളിൽ നടന്ന വിമർശനങ്ങളാണെങ്കിലും താഴേക്കടയിൽ നടന്ന വിമർശനങ്ങളിലാണെങ്കിലും, അതിലൊക്കെ തന്നെ പാർട്ടി സംസ്ഥാന നേതൃത്വത്തെ, പ്രത്യേകിച്ച് പിണറായി വിജയനെ കുറ്റപ്പെടുന്ന രീതിയിലേക്കാണ് കാര്യങ്ങളൊക്കെ തന്നെ പോകുന്നത്. ഇത് സ്വാഭാവികമായിട്ടും കേന്ദ്ര നേതൃത്വത്തിന് ധൈര്യം ലഭിക്കുന്നുണ്ട്. അതേപോലെ ഇതുവരെ കേരളത്തിലെ ഭരണത്തെ ആശ്രയിച്ചിരുന്നാണ് പാർട്ടി കേന്ദ്ര നേതൃത്വം പോയിരുന്നത്. കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബിയും അദ്ദേഹം കേരളത്തിൽ നിന്നുള്ള ആളാണ്. മുമ്പ് അദ്ദേഹം PS അച്യുതാനന്ദൻ്റെ മന്ത്രിസഭയിൽ ഒക്കെ അംഗമായിരുന്ന ആളാണ്. അങ്ങനെയൊരു നേതാവ്, പക്ഷേ ആ നേതാവിനെ വരച്ച വരയിൽ നിർത്തുകയായിരുന്നു കേരളത്തിലെ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള പാർട്ടി ചെയ്തിരുന്നത്. കാരണം കേരളത്തിൽ നിന്നുള്ള ആളുകൾക്കായിരുന്നു അവിടെ സ്വാധീനം. MA ബേബിയെ പാർട്ടി സെക്രട്ടറി ആക്കിയത് തന്നെ തങ്ങളുടെ കൂടി പിന്തുണയോട് കൂടിയാണ് എന്നുള്ളൊരു ആത്മവിശ്വാസമായിരുന്നു കേരള നേതൃത്വത്തിനുണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ കേരള നേതൃത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ നിലപാടുകൾ തെറ്റാണ് എന്ന് തെളിയിച്ചുകൊണ്ടുള്ളൊരു സമീപനമാണ് ഇപ്പോൾ പാർട്ടി കേന്ദ്ര നേതൃത്വം എടുക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും ഒടുവിൽ വന്ന സ്ഥിതിഗതികളും പിണറായി വിജയന് അനുകൂലമല്ല. കാരണം പിണറായി വിജയൻ്റെ മകൾക്കെതിരായിട്ടുള്ള കോഴ കേസ്, അതായത് മാസപ്പടി കേസിൽ, ആ മാസപ്പടി കേസിൽ നേരത്തെ ഈ കേസിൽ ആരോപിക്കപ്പെട്ടത് പിണറായി വിജയൻ്റെ മകളുടെ കമ്പനിയും അതേപോലെ തന്നെ കേരളത്തിലെ വലിയൊരു
കരിമണൽ വ്യാപാര മേഖലയിലെ കരുത്തിൻ്റെ കമ്പനിയുമായിട്ടുള്ള ഇടപാടുകളാണ്. ഏതാണ്ട് 2.25 കോടിയോളം രൂപയാണ് ആ കമ്പനി പിണറായി വിജയൻ്റെ മകൾക്ക് കൊടുത്തത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് നൽകിയ ആ മൊഴി ഇപ്പോൾ അവർ ലീക്ക് ചെയ്തിരിക്കുകയാണ്. അതൊരു കോടതിയിൽ കൊടുത്ത രേഖയാണ്. അതിനകത്ത് ശശിധരൻ കർത്ത പറയുന്നത് പിണറായി വിജയനുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിലാണ് ആ പൈസ നൽകിയത്, അല്ലാതെ ഏതെങ്കിലും സേവനത്തിൻ്റെ പേരിലല്ല എന്നായിരുന്നു. നേരത്തെ CPM-ൻ്റെ നേതാക്കന്മാരൊക്കെ പിണറായി വിജയനെ ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നത് അതൊരു സേവനമാണ്, അതിന് GST അടച്ചിട്ടുണ്ട്, അതിൽ യാതൊരു അഴിമതിയില്ല എന്നായിരുന്നു. പക്ഷേ പിണറായി വിജയനെ തുറന്നു കാണിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ സംഭവ വികാസങ്ങൾ. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ പിണറായി വിജയനെ ന്യായീകരിക്കാൻ ഇപ്പോൾ CPM-ൻ്റെ കേന്ദ്ര നേതൃത്വം മുന്നിട്ടിറങ്ങുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായിരിക്കും ഇതിൻ്റെ പ്രത്യാഘാതം എന്നറിയില്ല. കേരളത്തിലെ നേതൃത്വം പക്ഷേ ഇപ്പോഴും പിണറായി വിജയനെ തള്ളിപ്പറയാൻ കേരളത്തിലെ പാർട്ടി നേതൃത്വം തയ്യാറല്ല. പക്ഷേ ആ ഒരു ഘട്ടത്തിൽ എന്ത് നിലപാടായിരിക്കും കേന്ദ്ര നേതൃത്വം സ്വീകരിക്കുക എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ വന്നത് ഈ തെരഞ്ഞെടുപ്പ് റിവ്യൂ റിപ്പോർട്ട്. അത് കേരള ഘടകത്തെ വിമർശിക്കുന്ന, അല്ലെങ്കിൽ കേരള ഘടകത്തിൻ്റെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുന്ന, അപജയങ്ങളെ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു റിവ്യൂ റിപ്പോർട്ടായിരിക്കും പാർട്ടി നേതൃത്വം ഇറക്കുന്നത് എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നയിക്കുന്ന പിണറായി വിജയൻ്റെ മേധാവിത്വം, ആ മേധാവിത്വം ഉള്ള കേരള പാർട്ടിക്ക് അതൊരു തിരിച്ചടിയായിരിക്കും എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്.